അപ്പോൾ സുഹൃത്തുക്കളെ ആഷിക്കായിരുന്നു. അപ്പം എഞ്ചിൻ കാർഡിയക്കിൽ നിന്ന് അപ്പം നമ്മൾക്ക് ഈ ഒരു വണ്ടിയുടെ പാക്കിംഗ് ലീക്കാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഡീകാർബണൈസേഷൻ ചെയ്തതാണ്. നിങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വണ്ടി ഡീകാർബണൈസ് നടക്കുന്നുണ്ട്. തൊട്ട് ഇപ്പുറത്ത് നമ്മൾ ഈ ഒരു വണ്ടിയുടെ സ്വിഫ്റ്റിൻ്റെ വാല്യൂർ പാക്കിംഗ് അഴിച്ചതാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം തുച്ഛമായ പൈസ മുടക്കിയാൽ ഈ സംഭവം മാറാമെന്നുള്ളൂ. ഒരു 170 വരെയാണ് ഇതിൻ്റെ വില. മാരുതിയുടെ ജെന്യൂൻ ആയിട്ടുള്ള ആക്സറീസിൻ്റെ വിലയാണ്. ഗ്യാസ്കറ്റാണ് ഇത്, സിലിണ്ടർ ഹെഡ് കവറിൻ്റെ. അപ്പോൾ വലിയൊരു പാക്കിംഗ് എന്നും പറയും. അപ്പോൾ ഈ സിലിണ്ടർ ഹെഡിൻ്റെ പാക്കിംഗ് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ കൂടെ എല്ലാം, നിങ്ങളുടെ വണ്ടി ശ്രദ്ധിച്ചാൽ അത് ഈ കാണുന്ന ഞാൻ ഇപ്പോൾ തുടയ്ക്കുന്ന ഈ ഭാഗത്തിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഓയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ആ സൈഡിലെല്ലാം പറ്റി ഇരിക്കും. ചെറിയ രീതിയിൽ ലീക്കായിരിക്കും. പിന്നെ കാലക്രമേണ അത് നല്ല രീതിയിലേക്ക് മാറും. അപ്പോൾ സാധാരണ നമ്മുടെ വണ്ടികളിലെല്ലാം ഈ സ്വിഫ്റ്റ്, ആൾട്ടോ, 800 ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഇത് സാധാരണ കാണുന്നതാണ്. സെലീരിയോ ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഇത് കാണുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് നാളായിട്ട് കസ്റ്റമർ എടുക്കാതിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഇത് കണ്ടില്ലേ, ഒരു ചോക്ലേറ്റ് പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് കട്ടി പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടൊരു 10,000 നമ്മുടെ ഓയിൽ സർവീസ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ ഓയിലിൻ്റെ ഫങ്ഷൻ 3 എണ്ണമാണ്. ക്ലീനിങ്, കൂളിംഗ്, ലൂബ്രിക്കേഷൻ. എഞ്ചിനെ തണുപ്പിക്കുക, അതേപോലെ തന്നെ എഞ്ചിൻ്റെ അകത്തിരിക്കുന്ന കരി, കാർബണെ നീക്കം ചെയ്യുക, പിന്നെ ക്ലീനിങ് ആണ്. പിന്നെ ലൂബ്രിക്കേഷനാണ്, തേയ്മാനം, ഫ്രിക്ഷനൊക്കെ കുറപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹെഡ് അഴിക്കാൻ വലിയ ഹെഡ് കവർ, സിലിണ്ടർ ഹെഡിൻ്റെ കവറൊക്കെ അഴിക്കാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് ബോൾട്ടുകളൊക്കെ ഉണ്ട്, 10 കുറേ ബോൾട്ടുകളൊക്കെ ഒന്ന് അഴിക്കുക. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് ഓസുകളൊക്കെ ഉണ്ട്. ആ ഓസുകളൊക്കെ സിമ്പിളായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക. ചെറിയ റബ്ബർ ഹാമർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ബോണ്ടൊക്കെ ഒട്ടിച്ച് വെച്ചാണെങ്കിൽ ഒന്ന് ഇളക്കാച്ച് പാടായിരിക്കും, ഒന്ന് അടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ആൾട്ടോടെയാണ്. അപ്പം ഇതും ഇതേപോലൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. കണ്ടില്ലേ, കട്ടക്കരിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ ലൈഫിനെയൊക്കെ ഇത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓയിൽ മസ്റ്റായിട്ട് മാറുക.